ഹായ് മക്കളെ, ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഹാഫ് ഇയർലി എക്സാം ആണ്. ഒരു സെലിബ്രേഷന്റെ പേരിനൊപ്പമാണ് നമ്മൾ ആ എക്സാം അറിയപ്പെടുന്നത്, ക്രിസ്മസ് എക്സാം. ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഓണം എക്സാം നോക്കുന്ന സമയത്ത് അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, ബേസ് ലെവൽ ചാപ്റ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ആയിരുന്നു. എന്നാൽ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ ടഫ്നെസ് കൂടുകയും ഡീപ്പർ ലെവൽ നമ്മൾ ഒരു സബ്ജക്റ്റിനെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം കുറച്ച് ടഫ് ആവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ വിഷയവും നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടുകൂടെ തന്നെ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങൾക്ക് ഇനി വരുന്ന ക്രിസ്മസ് എക്സാം കൂടുതൽ ടഫ് ആവാനാണ് സാധ്യത. കാരണം ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി വിദ്യാഭ്യാസത്തിനാണ്. എല്ലാവരെയും പാസ്സാക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സിസ്റ്റം ഇനി മുതൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അതായത് ഓരോ വിഷയം ആഴത്തിൽ ഇറങ്ങി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉന്നതമായ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോഴേ നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടാകും. ഏത് കോളേജിൽ പഠിക്കണം, ഏത് സബ്ജക്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്നാൽ മിക്ക സ്റ്റുഡൻസിനും പറ്റുന്നൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോളേജിൽ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട് വളരെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ. എന്താണ് ഈ സിറ്റുവേഷന്റെ കാരണം? നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്കിന് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള ഏറ്റവും പ്രധാന കാരണം തങ്ങളുടെ പഠനം അവസാന ഘട്ടത്തിലേക്ക് മാറ്റി വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എക്കണോമിക്സിന്റെയും അക്കൗണ്ടൻസിയുടെയും എക്സാമ്പിൾ തന്നെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് ഗ്രാഫുകളും ഇക്വേഷൻസും കോൺസെപ്റ്റും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എക്സാമിനേഷൻ സമയത്ത് എല്ലാ വിഷയങ്ങളും കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ആവശ്യമായ സമയം ഇല്ലാതാവുകയും കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യുന്നു. തൽഫലമായി നമ്മുടെ പരീക്ഷകൾക്ക് കോൺസെപ്റ്റുകൾ മാറിപ്പോവുകയും ഇക്വേഷൻസ് തെറ്റിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാന പ്രശ്നമായി ഞങ്ങൾ വിലയിരുത്തുന്നത്. ഈ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്റ്റഡീസിൽ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. ഒരു ദിവസം കുറേ നേരം പഠിക്കുന്നതിലുപരി എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു ടൈം സ്കെഡ്യൂൾ വെച്ച്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എല്ലാ ദിവസവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ടീം സൈലന്റ് കോമേഴ്സ് നിങ്ങൾക്കൊപ്പമുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും വൺ ഷോട്ട് റിവിഷൻ ക്ലാസ്സുകളും കണ്ടന്റ് വീഡിയോസും എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏത് ടോപ്പിക്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി ആ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും കൺസിസ്റ്റന്റ് ആവാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ, ലൈഫ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ ബർത്തിൻ്റെയും ഡി എന്ന് പറഞ്ഞ ഡെത്തിൻ്റെയും ഇടയിലെ സി ആണ്, അതായത് ചോയ്സ് ആണ്. സോ നല്ല തീരുമാനങ്ങൾ ഓരോരുത്തർക്കും എടുക്കാൻ പറ്റട്ടെ, ജീവിതത്തിൽ എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഓൾ ദ ബെസ്റ്റ്.